തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരി, നിനക്ക് വന്ദനം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗനേസറത്ത് തടാക തീരത്തേക്ക് വരുന്ന ക്രിസ്തു കരയോടടുത്ത് കിടക്കുന്ന 2 വള്ളങ്ങൾ കാണും. അതിലൊന്നിലേക്ക് അവൻ കയറിയിട്ട് അവിടെ ഇരുന്ന് വചനം പഠിപ്പിച്ചതിന് ശേഷം ആഴത്തിലേക്ക് നീക്കാൻ മീൻ പിടിക്കാൻ വലയിറക്കുക എന്ന് പത്രോസിനോട് പറയും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത പത്രോസ് ക്രിസ്തു എന്ന പ്രകാശത്തിൽ വലയിറക്കുമ്പോൾ അവന് ഏറെ മീൻ ലഭിക്കുന്നു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും വള്ളങ്ങളിൽ കൂടി മീൻ നിറയപ്പെടുന്നു. ക്രിസ്തു എന്ന പ്രകാശത്തിൽ അധ്വാനിക്കുന്നവന് ഒത്തിരിയേറെ ലഭിക്കും. തൻ്റെ ഒരു കുറവിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എന്നിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. ക്രിസ്തു എന്ന തച്ചൻ്റെ വാക്ക് പത്രോസ് എന്ന മുക്കുവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് നമ്മളെ കണക്ക് കൂട്ടുന്നതിനപ്പുറമായിട്ട് ദൈവം കൂട്ടുന്ന ചില കണക്കുകൾക്കാണ്. ഒരിക്കലൊരു വൈദികൻ തൻ്റെ പൗരോഹിത്യ സ്വീകരണ ദിവസം തൻ്റെ മൊമെൻ്റോയിൽ ഇങ്ങനെ എഴുതി വെച്ചു: ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിൽ തൊട്ടു, ഇന്നു മുതൽ എൻ്റെ മനക്കണക്കുകൾ അവസാനിച്ചുവെന്ന്. ദൈവം കൂട്ടുന്ന ചില കണക്കുകൾക്ക് പിറകെ പോകുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാനാവും. പത്രോസ് പിന്നീട് കാണുക തൻ്റെ പിറകെ വരുന്ന മനുഷ്യരെയാണ്. അവൻ്റെ വീട്ടിലെത്തുന്ന അനേകം മനുഷ്യർ ക്രിസ്തുവിൽ നിന്നും ഒത്തിരിയേറെ സൗഖ്യം പ്രാപിച്ചു പോകുന്നു. മത്സ്യത്തെ പിടിച്ചിരുന്നവൻ മനുഷ്യരെ പിടിക്കുന്നവനായി മാറും. പിന്നീട് മനുഷ്യരുടെ ആധിക്യം കൊണ്ട് തന്നെ മലയിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്ന് പറയും: കർത്താവേ, ഇനിയും അനേകം മനുഷ്യർ നിന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലുണ്ടെന്ന്. ക്രിസ്തു കണ്ടത് മനുഷ്യനെ പിടിക്കുന്ന പത്രോസിനെയായിരുന്നു. പത്രോസ് തന്നെക്കുറിച്ച് കണ്ടത് മത്സ്യത്തെ പിടിക്കുന്ന വെറുമൊരു പത്രോസിനെ. ദൈവം നമ്മിൽ കാണുന്ന വലിയ വലിയ അത്ഭുതങ്ങളെ കണ്ടെത്തുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം